എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ദൃശ്യങ്ങൾ കുന്നംകുളത്തെ പ്രിയപ്പെട്ട സുജിത്തിനെ വളരെ മൃഗീയമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പോലീസ് നമ്മളെല്ലാം കണ്ടു. അത് തുടർച്ചയായ നിയമ പോരാട്ടത്തിന് ശേഷമാണ് ആ CCTV ദൃശ്യങ്ങൾ കിട്ടിയത്. പക്ഷെ ഇത് നടപടി എടുക്കുന്നില്ല എന്നുള്ളത് വ്യക്തമാണ്. ഗവൺമെൻറ് ഫസ്റ്റ് ചെയ്യേണ്ടത് ഇവരെ പുറത്താക്കുകയാണ്. ഇതുവരെ പുറത്താക്കുവാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് നമ്മൾ പറയാൻ കാരണം, ഞാൻ മുമ്പ് നടന്നൊരു കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന സംഭവം ഇതുവരെ കുറ്റക്കാർക്കെതിരെ നടപടി എടുത്തിട്ടില്ല. 2 മാസവും 2 ദിവസവും കഴിഞ്ഞിരിക്കുക, ഒരു നടപടിയില്ല. സുജിത്തിൻ്റെ കാര്യത്തിൽ അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം വടകരയിൽ നടന്ന സംഭവങ്ങൾ എന്താണെന്ന് നമ്മളെല്ലാവരും കണ്ടയാണ്. ഷാഫിയെ ആക്രമിക്കാൻ ശ്രമിച്ചു. അതിനുശേഷം അതിനെതിരെ പ്രതിഷേധം നടത്തിയവർക്കെതിരെ ആക്രമണം. എൻ്റെ വലത്തുവശത്തിരിക്കുന്ന പ്രിയപ്പെട്ട ദുൽഖിഫില, ജില്ലാ പഞ്ചായത്തിൻ്റെ അംഗം, അദ്ദേഹത്തെ ആക്രമിക്കുവാനുള്ള അവസരം പോലീസ് ഒരുക്കി കൊടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കീ ഊരി മാറ്റി, വണ്ടിയുടെ കീ ഊരി മാറ്റി അദ്ദേഹത്തെ ആക്രമിക്കുവാൻ CPM അവസരം ഒരുക്കി കൊടുത്തത് വ്യക്തമായി കാണാൻ സാധിക്കും. കള്ളത്തരങ്ങൾ പറഞ്ഞ് വൺ വേ തെറ്റിച്ചു വന്നുവെന്നും പോലീസുകാരനെ ഇടിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞാണ് നടത്തുന്നത്. അതിൻ്റെ ഒക്കെ CCTV ദൃശ്യങ്ങളുണ്ട്, നമുക്ക് കാണാം. അതുപോലെ തന്നെയാണ് ഇവിടെ ഒരു ഊഷു താരം, കേരള സംസ്ഥാനത്തെ ശരിക്കും പറഞ്ഞാൽ കായിക താരങ്ങൾക്കുള്ള പ്രാധാന്യം സർക്കാർ ഒരിക്കലും തിരിച്ചറിയത്തുമില്ല. ഇവിടുത്തെ കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഒപ്പം കായിക താരങ്ങളെ ആക്രമിക്കുവാൻ പോലീസ് തുനിഞ്ഞതിന് ശേഷം അത് സെറ്റിൽമെന്റ് ചെയ്യാനുള്ള ശ്രമം. ഇതൊക്കെയാണ് കോഴിക്കോട് ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്, കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പം ദുൽഖിഫിന്റെ കാര്യം നമുക്ക് CCTV കൃത്യമായിട്ടുണ്ട്. ഈ CCTV ദൃശ്യങ്ങൾ ഞങ്ങൾ കാണിക്കാനാണ് ഇവിടെ ഇരിക്കുന്നത്. ഇത് തുടർച്ചയായിട്ടുള്ള സംഭവങ്ങൾ കേരളത്തിലൊട്ടൊക്കെ പോലീസ് നടത്തുമ്പോൾ പോലീസ് മന്ത്രി, പ്രിയങ്കനായ മുഖ്യമന്ത്രി ഒന്നും ചെയ്യാതിരിക്കുകയാണ്. ഒരു നടപടിയുമില്ല. ഞാൻ പറഞ്ഞ ഈ സംസ്ഥാന സർക്കാരിന്റെ മുഖമുദ്രയാണ് കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കാതിരിക്കുക. ഒരമ്മയുടെ മരണം നടന്നതിന് ശേഷം അവിടെ ഒരു നടപടിയില്ല. ഇവിടെ കുന്നംകുളത്ത് നടപടിയില്ല. അച്ചടക്ക നടപടി എന്ന പേരിൽ വെറും ട്രാൻസ്ഫർ. എന്താ അവർ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇവര് പോലീസ് ഫോഴ്സിന് നാണക്കേടാണ്. അവർ തുടരാൻ പാടില്ല, പോലീസെ തുടരാൻ പാടില്ല. ഒരു ക്രിമിനൽ സംഘമാണത്, യാതൊരു സംശയവും വേണ്ട. ദുൽഖിഫിലിന്റെ കാര്യത്തിലും അതേ കുറ്റകരമായ നിലപാടാണ് കേരള പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്. ഇതുപോലുള്ള ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ എങ്ങനെ കേരളത്തിലെ ജനങ്ങൾ ഇവർ വിശ്വാസം അർപ്പിക്കും? ഇതൊരു ജില്ലാ പഞ്ചായത്ത് അംഗം, യൂത്ത് കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവിന് നേരെ, സുജിത്തിന് യൂത്ത് കോൺഗ്രസ് അവിടുത്തെ പ്രാദേശിക നേതാവെങ്കിൽ ദുൽഖിഫിൽ സംസ്ഥാന നേതാവാണ്. 2 പേർക്ക് നേരെ ആക്രമണം ഉണ്ടായി, അതിനെ കൂട്ടുനിൽക്കുക, അതിനെ മറച്ചു വെക്കുക എന്നുള്ള ശ്രമം. അപ്പൊ സാധാരണക്കാരെങ്ങനെ കേരള പോലീസിൽ വിശ്വാസം അർപ്പിക്കും? അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അടിയന്തര നടപടി ഉണ്ടാവണം. ഇതിനെതിരെ പ്രക്ഷോഭം കനക്കാൻ പോവുകയാണ്. ഇത് അങ്ങനെ ആരും തീരാൻ പോകുന്ന പ്രശ്നങ്ങളല്ല. ഇവിടെ കോഴിക്കോട് സംഭവിച്ചതും കുന്നംകുളത്ത് സംഭവിച്ചതും. അതുകൊണ്ട് അടിയന്തരമായ നടപടി സർക്കാർ എടുത്തേ മതിയാകത്തുള്ളൂ എന്നുള്ളതാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. നമ്മളിപ്പോൾ ആ ദൃശ്യങ്ങൾ കാണാൻ പോവുകയാണ്. നിങ്ങൾ തന്നെ വൺ വേ തിരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് നടപടി എടുക്കുക, അത് നിങ്ങൾ തന്നെ കണ്ടുകൊള്ളുക. അതായത് ആംബുലൻസ് ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. ഒരു ആംബുലൻസും ഇല്ലാന്ന് മാത്രമല്ല, അത് കുറച്ച് സ്പീഡാക്കിക്കോ. സ്പീഡ് കൊടുക്കാൻ പറ്റുമോ? അതാണ് വണ്ടി. വരുന്നല്ലേ? പോലീസ് വന്നിട്ട് കൊടയിട്ടാണ് പോലീസ് കൈകാണിച്ച് നിർത്തിക്കുകയാണ്. ആ വട്ടിട്ടെന്ന് കാണിച്ചു കൊടുക്കും. വട്ടിട്ടെന്ന് കാണിച്ചു കൊടുക്കും.
ആ വട്ടമിട്ട് കാണിച്ചു ആ വട്ടമിട്ട് ഒന്നുകൂടെ ഉണ്ട് ഒന്നുകൂടെ അത് മാത്രമല്ല ആ അതാണ് ആ വളരെ സ്ലോ ആയിട്ട് പോകുന്നത് അതാണ് തട്ടിത്തെറിപ്പിച്ചതാണ് ആ പോലീസുകാരൻ ഇങ്ങോട്ട് കൊട പിടിച്ച പോലീസുകാരനാണ് കൈകാട്ടി നിർത്തുകയാണ് അയാൾ ഇടിച്ചു നിർത്തിയെന്നാണ് പറഞ്ഞത്. ഒരു പുള്ളി മുമ്പിൽ വന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് എൻ്റെ വണ്ടീൻ്റെ. അത് സ്ട്രെയിറ്റ് പോകുന്ന വണ്ടീനെ തടഞ്ഞു നിർത്തുകയാണ്. എവിടെയാ വണ്ടിയുള്ളത്? വണ്ടി പോകുന്ന ഡയറക്ഷൻ തന്നെയാണ് വണ്ടി പോകുന്നത്. എന്നിട്ട് അവിടെ പ്രശ്നം ഉണ്ടാകുന്ന തോന്നുമ്പോൾ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ അതിന്റെ മുമ്പിലേക്ക് ഇയാൾ ചാടുകയാണ്. ആ യെസ് ആ പുള്ളി ഫോട്ടോ എടുക്കുകയാണ്. അത് കഴിഞ്ഞ് വണ്ടി എടുത്ത് കൊടുക്കാൻ പോകുമ്പോൾ പിന്നെയും ഇതാണ് ഇപ്പോൾ നിലവിലത്തെ അവസ്ഥ. അപ്പോൾ ഇല്ലാത്ത കാര്യം ഉണ്ടാക്കിയെടുത്ത് അവിടെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാൻ കേരള പോലീസ് തന്നെ MLA ആണ് കളവ് പറഞ്ഞത്. MLAയും അതിനോട് ചേർന്ന് MLAയോട് കളവ് പറയാം തെറ്റിദ്ധരിപ്പിച്ച് കള്ളത്തരം പറയാൻ ഉള്ള ശ്രമം അവിടെ നടന്നിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ കേരളത്തിൽ എന്തായിരിക്കും റൂൾ ഓഫ് ലോ, നിയമത്തിൻ്റെ പാലനം എങ്ങനെ നടക്കുമെന്ന് സാധാരണക്കാർ എങ്ങനെ വിശ്വസിക്കും? അതാണ് ഞങ്ങൾ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത്. MLA അതിനകത്ത് ശക്തമായി ഇടപെട്ടതുകൊണ്ടാണ് ഇപ്പോഴെങ്കിലും അതിന് ഒരു നിലനിൽപ്പുണ്ടാകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു എന്താ പറയുക, MLA എല്ലാ കാര്യത്തിലും ഇടപെടാൻ പറ്റൂ, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ആൾക്കാർ വന്ന് ചോദ്യം ചെയ്തില്ലെങ്കിൽ, ഇപ്പം ഈ കാര്യം നമ്മൾ സുജിത്തിൻ്റെ കാര്യം 2-3 വർഷം എടുത്ത് CCTV കിട്ടുന്നത്, അത് കൊടുക്കാൻ പോലും താല്പര്യമില്ലാത്ത വിധം പോലീസ് പ്രവർത്തിക്കുന്നു. ഇവിടെ MLA വന്ന് ഇടപെടണം. MLA വന്ന് നിലപാടെടുത്തുകൊണ്ട് അത് ഈ കേസിൽ നിന്നും നിലനിൽക്കുന്നു. അതല്ലെങ്കിൽ അതും തേച്ചു മാച്ച് കളഞ്ഞേനെ. അപ്പം ഇതൊരു വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ, കോൺഗ്രസിൻ്റെ പ്രവർത്തകർ എല്ലാവരും ഇത് വളരെ ശക്തമായി ടേക്കപ്പ് ചെയ്ത് നമ്മളിത് ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ അക്രമ സമരത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, പക്ഷേ ഞങ്ങൾ സമരം നടത്തും. പക്ഷെ സമരം നടത്തിയതിന് ശേഷം അക്രമ സമരം അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ സമരം നടത്തുന്നില്ല എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കില്ല. ശക്തമായ സമരം തന്നെ മുന്നോട്ട് പോകും. അത് സർക്കാർ ഇവരെ പുറത്താക്കുന്നവരെ, അത് ഈ കേസിലും കോഴിക്കോട് കേസിലും നടപടി ഉണ്ടാകുന്നവരെ ഞങ്ങളുടെ നിലപാട് ഇതായിരിക്കും എന്ന് പറയാൻ ആഗ്രഹിക്കും. നിയമ നടപടിയായിട്ട് ദുൽഖിഫിൽ മുന്നോട്ട് പോവുകയാണ്. നിയമ നടപടിയിലൂടെ പോകുന്നുള്ളൂ. സുജിത്തും നിയമ നടപടിയിലൂടെയാണ് പോയത്. ഞങ്ങൾ ആരെയും സ്കെച്ച് ഇടാൻ പോകുന്നില്ല. ചിലർ സ്കെച്ച് ഇടാനുള്ള എക്സ്പേർട്ടുകളാണ്. കഴിഞ്ഞ ദിവസം 38 വർഷം അല്ലെങ്കിൽ 7 വർഷം ഭരിച്ച CMS പരാജയപ്പെട്ടു കോട്ടയം ജില്ലയിൽ. ഞങ്ങളുടെയൊക്കെ ചെറുപ്പക്കാരെ സ്കെച്ചിട്ട് ആള് വരിക. കോട്ടയം ജില്ലയിലെ അസംബ്ലി പ്രസിഡന്റിന്റെ കടയിൽ കയറി അവന്റെ കൈ 3 ഒടിച്ചു. പുതുപ്പള്ളിയിൽ ഓരോരുത്തരുടെ വീട് വന്ന് അന്വേഷിക്കുക, അവർ പുറത്തിറങ്ങും പഠിക്കാൻ വളയുവാൻ. ഞങ്ങൾ ആരെയും സ്കെച്ച് എടുത്തില്ല. ഞങ്ങൾ അങ്ങനെ ഒരു പാരമ്പര്യമില്ല. അങ്ങനെ ആരും ചെയ്താൽ ഞങ്ങൾ അംഗീകരിക്കില്ല. നിയമപരമായി ഞങ്ങൾ ഇതിനെ നേരിടും. അതിന്റെ ഏറ്റവും അന്ത്യം വരെ ഞങ്ങൾ പോയിരിക്കും. ഇത്രയും സംഭവങ്ങൾ നടക്കുമ്പോഴും ഏറ്റവും ഒരു രാഷ്ട്രീയപരമായി പോലും വലിയ രാഷ്ട്രീയത്തിനപ്പുറം പോലും പ്രതിഷേധമായിരുന്ന സംഭവങ്ങൾ നടക്കുന്നു, ലോകപ്രധാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. പക്ഷേ യൂത്ത് കോൺഗ്രസിന് നാഥനില്ലാത്ത നിലയിൽ 16 ദിവസം അതൊക്കെ സമയമാകുമ്പോൾ പാർട്ടി തീരുമാനിച്ചു. അതൊക്കെ പാർട്ടിക്ക് അറിയാം എന്ത് ചെയ്യണം എന്നുള്ളത്. പാർട്ടി ലീഡർഷിപ്പ് ഇവിടെ അതിന്റെ തീരുമാനം എടുക്കേണ്ടവർ സമയത്തിന് തീരുമാനമെടുത്ത് അത് അറിയിച്ചോളും. ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോഴും വൈസ് പ്രസിഡന്റുമാരുണ്ട്, ഇപ്പോഴും നേതൃത്വം കൊടുക്കാൻ ശേഷിയുള്ളവർ ഇപ്പോഴും അവിടെയുണ്ട്. സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരുണ്ട്, സെക്രട്ടറിമാരുണ്ട്. അതാത് തലങ്ങളിൽ പ്രതിഷേധം നടന്നിട്ടുണ്ടല്ലോ, സമരങ്ങൾ നടന്നിട്ടുണ്ടല്ലോ. അത് സംബന്ധിച്ച് പാർട്ടി തീരുമാനമെടുക്കും. ഞങ്ങൾ പാർട്ടി കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പാർട്ടിയിലെ കാര്യം ഇന്റേണൽ ചർച്ച നടക്കും.
ഞാൻ അതിൻ്റെ യൂത്ത് പ്രസിഡന്റ് അല്ലല്ലോ, അത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പറയും. ഞങ്ങളുടെ പാർട്ടിക്കാർ ഞങ്ങൾ നിങ്ങളോട് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ പൊതുവായ കാര്യങ്ങൾ, ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, അതാണ് ഞങ്ങൾ ചർച്ച. ഞങ്ങളുടെ പാർട്ടിക്കാർ ഞങ്ങൾ പാർട്ടിക്കകത്ത് തീരുമാനിക്കും. അത് എപ്പോൾ തീരുമാനിക്കും. നിങ്ങളൊന്നും CPM കാർഡ് ചോദിക്കുന്നില്ലല്ലോ, എപ്പോൾ വരും ഏത് വരുമെന്നൊന്നും നിങ്ങൾ ചോദിക്കുന്നില്ലല്ലോ. എവിടെ ചോദിക്കുന്നു? ചോദിക്കാൻ അവർ പറയുകയില്ല. ഞങ്ങളും അങ്ങനെ ഒന്നും പറയാറില്ല. അല്ല, അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അത് KPC പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ടാകില്ല. ഞാൻ അതിനെക്കുറിച്ച് കമന്റ് ചെയ്യുന്നില്ല. KPC പ്രസിഡന്റ് ആ കാര്യത്തിൽ പാർട്ടിയുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അതായത് ചെറിയൊരു ജാഗ്രത കുറവ് പറ്റിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അപ്പുറം ഞങ്ങൾക്ക് ആർക്കും ഒന്നും പറയാനില്ല ആ കാര്യത്തിൽ. അത് അതിൻ്റെ മുറപ്രകാരം നടക്കും. അല്ല, വളരെ എൻ്റെ അഭിപ്രായത്തിൽ ഇത്രയും നാൾ വരെ വളരെ ശ്രദ്ധേയമായ ട്വീറ്റ്സാണ് ആ ഒരു ഹാൻഡിൽ നിന്ന് വന്നിട്ടുള്ളത്. പലതവണ നാഷണൽ ലെവൽ വരെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ പ്രാവശ്യം അങ്ങനെ ചെറിയൊരു പളിച്ച് വന്നതായിരിക്കാം, എന്താണെന്നറിയില്ല. അത് പാർട്ടി നോക്കിയോളൂ. ഓക്കെ.